സോ ഇന്നലെ ആർസണലും സിറ്റിയും രണ്ട് ക്രൂഷ്യൽ മാച്ചുകൾ. പ്രോബ്ലി ആർസണലിലായിരുന്നു ടഫസ്റ്റ് മാച്ച്. ടോട്ടനാം എവേ ഫിക്സ്ചറിൽ ആർസണൽ ഇന്നലെ ഒന്ന് പൊരുതി, ഒന്ന് വെള്ളം കുടിച്ചു, ഒന്ന് വിയർത്തു, ജയിച്ചു. അപ്പുറത്ത് സിറ്റി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവേ വിച്ച് ഇസ് എ ട്രിക്കി ഫിക്സ്ചർ. പല സിറ്റി ഫാൻസും സ്ട്രീംസും എല്ലാം നമ്മളോട് പറയുന്നുണ്ടായിരുന്നു നോട്ടിംഗ്ഹാം എവേ ഞങ്ങൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ഫിക്സറാണ് ഇപ്പോൾ ലാസ്റ്റ് സീസണൊക്കെ. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഫിക്സ്ചർ എന്ന് ഉറപ്പായിരുന്നു. പല സിറ്റി ഫാൻസും പറഞ്ഞിരുന്നു, അത് കളിയിലും കാണുന്നുണ്ടായിരുന്നു. സിറ്റിയും ഒന്ന് ഉയർത്താണ് ജയിച്ചത്. എളുപ്പമല്ലായിരുന്നു. സ്കോർ ലൈൻ 2-0 ആണെങ്കിലും മാച്ച് നമ്മൾ കണ്ട സ്ഥിതിക്ക് പറയുകയാണ്, കണ്ട ആർക്കും മനസ്സിലാവും സിറ്റി ഒന്ന് വെള്ളം കുടിച്ചാണ് ജയിച്ചത്. സോ ആദ്യം നമുക്ക് ആർസണൽ ടോട്ടനാമിനെ കുറിച്ച് പറയാം. സോ ആർസണൽ ടോട്ടനാം മാച്ചിൽ പ്രോബബ്ലി അറിയാമല്ലോ, ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോൾ അടിക്കുന്ന ആർസണൽ. ഈവൻ ദോ ടോട്ടനാമാണ് പൊസഷൻ ഫസ്റ്റ് ഹാഫിൽ കീപ്പ് ചെയ്യുന്നത്, കുറച്ച് നല്ല അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റയാനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. നല്ല സ്കോറിംഗ് പൊസിഷൻസിൽ എത്തുന്നുണ്ട്, പക്ഷേ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ആർസണൽ ആദ്യമേ അടിക്കുന്നു. ആർസണൽ ഫസ്റ്റ് ഒരു കോർണർ കിക്ക് ത്രൂ സെൽഫ് ഗോളാണ് കയറുന്നത്, ഇറ്റ്സ് ഫ്രം ഹോയ്ബർ. അതിനുശേഷം തൊട്ടടുത്ത കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്നെ മിക്കി വാൻഡുവൻ തിരിച്ചടിക്കുന്നുണ്ട്. പ്രോബ്ലി അത് ടൈറ്റ് മാർജിനിൽ ഓഫ് സൈഡ് ആവുകയാണ്. സോ അത് മേ ബി 1-1 ആക്കുമായിരുന്നെങ്കിൽ കളി പ്രോബ്ലി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എന്നാലും ടൈറ്റ് മാർജിനിൽ ഓഫ് സൈഡ് കോൾ പോകുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ റൊമേറോയുടെ ഒരു ഹെഡർ ബാറി തട്ടിപ്പോകുന്നു. അല്ലാതെ റൊമേറോയ്ക്ക് ഒരു നല്ല ചാൻസ് കിട്ടുന്നു. പിന്നീട് ആർസണൽ പ്രോബബ്ലി വൺ ഓഫ് ദ കോൺട്രവേഴ്ഷ്യൽ മൊമെന്റ്സ് ആവേണ്ട ഒരു സംഭവം, പക്ഷേ അതിന് എനിക്കൊരു കോൺട്രവേഴ്സിയും തോന്നുന്നില്ല. സാക്കയിലൂടെ സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യുന്ന ഇൻസിഡൻറ്റ്. സോ അതിൽ ട്രൊസാഡിൻ്റെ കാലിൽ തട്ടി കുളിസസ്കി വീഴുന്നുണ്ട് ആ ഒരു അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അതിനുശേഷം മാഡിൻസം വന്ന് ശ്രമിക്കുമ്പോൾ വീഴുന്നുണ്ട്. അത് പുള്ളിച്ചർ ഓവർ ആക്ട് ചെയ്തതാണ്, അതൊരു കിലോ ഫോളല്ല. ബട്ട് അതിന് മുമ്പത്തെ ഇൻസിഡൻറ്റ് അവിടെ ട്രൊസാഡ് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, അത് ഇൻറ്റൻഷനൽ അല്ല. അത് എനിക്ക് തോന്നുന്നു കുളിസസ്കി നമുക്കറിയാലോ കയറുന്നു, ഓടുമ്പം കാല് ബാക്കിലോട്ട് ചെറിയ സ്ട്രെച്ച് വരുമല്ലോ, സോ നാച്ചുറലി. സോ അപ്പം ട്രൊസാഡ് അങ്ങോട്ട് വരികയാണ്, ട്രൊസാഡിൻ്റെ കാല് തട്ടി ആ ഒരു ബാക്കിലേക്ക് ആണെങ്കിൽ ഇങ്ങനെ പൊക്കി വീഴുന്ന സമയത്ത്, ഓടുന്ന സമയത്ത് ഒന്ന് തട്ടുന്നുണ്ട്. അത് ഇൻറ്റൻഷനൽ അല്ല. അതിൽ എനിക്ക് കൂടുതൽ കോൺട്രവേഴ്സി ഉള്ളത് തോന്നുന്നില്ല. സോ ഈവൻ ഇഫ് കമൻറ്റേറ്റേഴ്സും പോസ്റ്റ് മാച്ച് ചെയ്യാൻ പല ഇത് നോക്കിയപ്പോൾ അതൊരു വലിയ തെറ്റുള്ളതായിട്ട് പറയുന്നില്ല. അതൊരു പെനൽറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവിടെ ഒരു ഫൗളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ബോൾ വിൻ ചെയ്തതിന് ശേഷം അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്ത് കൗണ്ടറിൽ തന്നെ സാക്ക ത്രൂ ഗോൾ സ്കോർ ചെയ്യുകയാണ്. 2-0 ആവുന്നു. അതിനുശേഷം ഒബ്വിയസ്ലി അനദർ കായ് ഹാവേർട്സ് സ്കോർ ഗോൾ. കായ് ഹാവേർട്സ് ഇപ്പം ഗോൾ അടിക്കാതെ ആർസണലിന് ഉറക്കം വരത്തില്ല എന്ന് പറയുന്നത്. ഒരു കളി ഒരു കായ് ഹാവേർട്സിൻ്റെ ഗോൾ നിർബന്ധമാണെന്നുള്ള രീതിയിൽ പോവാണ്. സോ കായ് ഹാവേർട്സിൻ്റെ ഒരു ഗോൾ വരികയാണ്. ആൻഡ് കായ് ഹാവേർട്സ് അഗൈൻ ഇന്നലെ നല്ലപോലെ തന്നെ പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. നല്ലപോലെ തന്നെ ഫ്രണ്ടിൽ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കുന്നുള്ളത്. ബട്ട് ഓവറോൾ ഇന്നലെ ആർസണൽ അവരുടെ ബെസ്റ്റിലായിരുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ ആർസണൽ ഷോയിങ് ക്യാരക്ടർ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സീസണാണ് ഈ മാച്ച് ഇരുന്നെങ്കിൽ പ്രോബ്ലി ആർസണൽ ചിലപ്പം ഈ മാച്ച് കൊണ്ടുപോയി ബോട്ടിൽ ചെയ്തേനെ. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ പ്രോബ്ലി ഈസി ആയിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഡേവിഡ് റായുടെ ഒരു മണ്ടത്തരം വരികയാണ്. റൊമേറോ ഫിനിഷ് ചെയ്യുന്നു, 3-1 ആവുന്നു. കളിയിലോട്ട് തിരിച്ചു വരാനായിട്ടൊരു അവസരം ഒരുക്കി കൊടുക്കുന്നു. അതിനുശേഷം പ്രോബ്ലി ഒരു നല്ല ചേഞ്ച്. പ്രോബ്ലി ഹ്യൂമിൻസണിനെ നമുക്കറിയാം, ഹ്യൂമിൻസൺ ഇന്നലെ അധികം ഇൻവോൾവ് അല്ല, നാലാളുടെ ബെസ്റ്റിലൊന്നും അല്ല. ഇവന്താ ഫ്രണ്ടിലാണേലും കുളിസസ്കി നല്ല അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. തീമോ വേർണറിന് ചെറിയൊരു ഇഞ്ചറി പറ്റിപ്പോയി. സോ അതിനകത്ത് തന്നെ ജോൺസനെ ഇറക്കിയിരുന്നു. സോ അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ പ്രോബ്ലി ഒരു കൂടുതൽ കെയോട്ടിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് റിച്ചൂബായ് വന്നതിന് ശേഷമാണ്. സോ റിച്ചൂബായ് വന്നതിന് ശേഷം പ്രോബ്ലി സണ്ണുള്ള നാച്ചുറൽ റോളിലോട്ട് പോകുന്നു. ആൻഡ് റിച്ചൂബായ് കൂടുതൽ കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റിച്ചൂബായ് വന്നതിന് ശേഷം സലീബയും അതുപോലെ തന്നെ ഗബ്രിയലും അധികം കംഫർട്ടബിൾ അല്ലായിരുന്നു. അവരെ കുറച്ച് കെയോട്ടിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ റിച്ചൂബായ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ റിച്ചൂബായുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് എ ഗുഡ് വൺ. അതിനുശേഷം പ്രോബ്ലി ഡെക്ലൻ റൈസിൻ്റെ ഒരു ഫൗൾ വരികയാണ്, ക്ലിയർ പെനൽറ്റി. ഫൗൾ റിസീവ് ചെയ്യുന്നു. ആൻഡ് ഹ്യൂമിൻസൺ പെനൽറ്റി എടുക്കണം. ആദ്യം അത് റഫറി മൈക്കൽ ഒളിവർ അത് പെനൽറ്റി വിളിച്ചില്ല. ബട്ട് VAR സ്ക്രീനിൽ പോയി നോക്കി അധികം മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യണമെന്നൊരു ഒറ്റ നോട്ടത്തിൽ തന്നെയാണ് പെനൽറ്റി വിളിക്കുന്നത്. ക്ലിയർ പെനൽറ്റി, അതിന് എനിക്കൊരു ഡൗട്ടും ഇല്ല. ആൻഡ് 3-2 ആക്കുന്നു. പ്രോബ്ലി കുറച്ച് മിനിറ്റ്സോടെ കിടക്കുന്നു, 10+ മിനിറ്റ്സ് കിടക്കുന്നു. എങ്ങനെയും ഒരു ഡ്രോ പിടിച്ച് സിറ്റീനെ, അവരുടെ ബിഗ്ഗസ്റ്റ് റൈവലായ ആർസണലിൻ്റെ ടൈറ്റിൽ റേസിൽ അവരെ തടഞ്ഞുകൊണ്ട് സിറ്റിക്ക് ഒരു അഡ്വാൻറ്റേജ് ടോട്ടനാം കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വരുന്നു. പക്ഷേ ആർസണൽ ഹോൾഡ് ഓൺ. ആർസണൽ ഇന്നലെ പ്രോബ്ലി 1-2 മിസ്റ്റേക്സ് ഉണ്ടായതെങ്കിലും ഡിഫൻസീവ് ഇന്നലെ ഗബ്രിയലായിരുന്നു മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത്. ഓവറോൾ ആർസണൽ ഡിഫൻസീവ്ലി നല്ല രീതിയിൽ തന്നെ പിടിച്ചു എന്ന് പറയാം. ആർസണലിൻ്റെ അറ്റാക്കേഴ്സും മിഡ്ഫീൽഡും അറ്റ് ദർ ബെസ്റ്റ് അല്ലായിരുന്നു. അവർ പല അവസരങ്ങളും ബോൾ ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൻ ഗെയിം കൺട്രോൾ പല അവസരങ്ങളും ആർസണലിൻ്റെ കാലിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫിലെ ചില സിറ്റുവേഷൻസിലും ഫസ്റ്റ് ഗോൾ ടോട്ടനാം തിരിച്ചടിച്ചതിന് ശേഷം. പക്ഷേ അവർ പിടിച്ചു നിന്നു. ഇപ്പോൾ ലാസ്റ്റ് സീസൺ ആർസണലാണ് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഇത് ബോട്ടിൽ ചെയ്തത്. സോ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റിയാണ് ആർസണലിൽ കാണിക്കുന്നത്. അതിലൂടെ തന്നെ നമുക്കിപ്പം സിറ്റിയുടെ ഒരു മാച്ചോടെ പറയാം, എന്നിട്ട് നമുക്കൊന്ന് അവസാനം ഒന്ന് അനലൈസ് ചെയ്യാം. സോ സിറ്റിയുടെ മാച്ചിൽ ഇന്നലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അഗൈൻസ്റ്റ് ആയിരുന്നു മാച്ച്. സിറ്റി ഗോർഡിയോളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കോർണർ ത്രൂ ലീഡ് എടുക്കുന്നു. ഡിബ്രൂനയുടെ കോർണർ ആയിരുന്നു, ഡിബ്രൂനയുടെ അസിസ്റ്റ്.
സെക്കൻഡ് ഗോള് ഹാളൻഡാണ്, ഓഫ് ദ ബെഞ്ച് ഹാളൻഡ് വരുന്നു. ഹാളൻഡ് വന്നതിന് ശേഷം ഗ്രീലിഷിന് വരെയാണ് ഹാളൻഡ് വരുന്നത്. ഹാളൻഡ് വന്നതിന് ശേഷം അതും അസിസ്റ്റ് ചെയ്യുന്നത് ഡിബ്രൂയിനാണ്. സോ ഡിബ്രൂയിനയുടെ 2 അസിസ്റ്റ് ഇന്നലെ കണ്ടു. ഹാളൻഡും ഗോർഡിയോളും ഗോൾ അടിക്കുന്നു. 2-0 വിജയം സിറ്റി നേടും. പക്ഷേ മാച്ച് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലായിരുന്നാലും പ്രോബ്ലി സിറ്റിനേക്കാളും നല്ല ഗോൾ സ്കോറിങ് ചാൻസുകൾ നേടിയത് ഈവൻ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലാണല്ലോ ഐ വിൽ സേ ഗെയിമിൽ നല്ല ഗോൾ സ്കോറിങ് മാച്ചസുകൾ ക്രിയേറ്റ് ചെയ്ത നോട്ടിംഗം ഫോറസ്റ്റ് ആണ്. ഇന്നലെ വുഡിൻ്റെ വൺ ഓഫ് ദ ഡ്രെഡ്ഫുൾ പെർഫോമൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ആയിരുന്നു. ഇന്നലെ ക്രിസ് വുഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോമിലായിരുന്നെങ്കിൽ പ്രോബബ്ലി ഇന്നലെ സിറ്റിക്ക് പണിയായനെ. സിറ്റി ചിലപ്പം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തേനെ. അമ്മാതിരി നല്ല ചാൻസുകൾ വുഡിന് കിട്ടി. ബട്ട് സ്കോർ ചെയ്തില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, സ്കോർ ചെയ്യണം, അതിലാണ് കാര്യം. അല്ലെങ്കിൽ ബെൻ ഗിബ്സ് വൈറ്റ് ഒക്കെ നല്ല പ്ലെയറാണ് കേട്ടോ. പുള്ളി പ്രോബബ്ലി ഇന്നലെയും സിറ്റീനെ വേളം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആള് പ്രോബബ്ലി നെക്സ്റ്റ് സീസൺ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന മറ്റൊരു ടീമിലോട്ട് ഇവൻ നോട്ടിംഗം ഫോറസ്റ്റ് റിലേറ്റായ മൂവ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. സോ ഇന്നലത്തെ മാച്ചിൽ സിറ്റിക്ക് ഒരു ഈസി വിൻ അല്ലായിരുന്നു. ഇപ്പോൾ നോട്ടിംഗം ഫോറസ്റ്റ് അവേ ട്രിക്കി ഫിക്സ്ചർ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് തന്നെയാണ് ഇന്നലെ കണ്ടത്. ഈവൻ തോർ റെലഗേഷനോട് അടുത്ത് കിടക്കുന്ന ടീമാണേലും എവേ ഫിക്സ്ചർ അറ്റ് നോട്ടിംഗം ഫോറസ്റ്റ് ഒരു എളുപ്പമുള്ളൊരു മത്സരമല്ല. സോ സിറ്റി ലാസ്റ്റ് സീസണൊക്കെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തൊരു ഇതാണ്. സോ പിന്നെ കൂടാതെ ന്യൂനോ എസ്പെറിറ്റോ സാന്റോസ്, പെപ് ഗോർഡിയോളയ്ക്ക് അഗേൻസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ഉള്ള കോച്ചും കൂടാണ്. വൂൾസിലായിരുന്ന സമയത്തൊക്കെ നമ്മൾ എസ്പെഷ്യലി കണ്ടാണ്. സോ സാന്റോസിന് അഗേൻസ്റ്റ് ഇന്നലെ സ്ട്രഗിൾ ചെയ്തു, സിറ്റി ശരിക്കും സ്ട്രഗിൾ ചെയ്തു. ഇന്നലെ അൽവാറസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പ് ഫ്രണ്ട്. ഇന്നലെ ഫോർഡൻ ഇല്ലസ് കാരണം കളിച്ചില്ല. സോ ഫോർഡനെ റിയലി ഇന്നലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ബെർണാഡോ സിൽവ ആണെങ്കിലും ഗോർഡിയോൾ ആണെങ്കിലും ആക്കെ 1-on-1 സിറ്റുവേഷൻസിൽ അടിപൊളി ഡിഫെൻഡിങ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. പ്രോബ്ലി സിറ്റീസ് ഡിഫൻഡർ ഓഫ് ദ സീസൺ നെയ്തനാക്കിയാണെന്ന് പറയേണ്ടി വരും. അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു. അക്കാഞ്ചി ആണെങ്കിലും വോക്കർ ആണെങ്കിലും വോക്കർ ചില സിറ്റുവേഷൻസിൽ കോട്ടൗട്ടായി. പക്ഷേ എന്നാലും ഓക്കെ. ഗോർഡിയോളുടെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഗോർഡിയോൾ ഇപ്പം 3 ഗോൾസോ ലാസ്റ്റ് 4-5 മാച്ചസിൽ 3 ഗോളം കണ്ടിപ്പോയെന്ന് തോന്നുന്നു. സോ ആളിലൊരു സ്കോറർ ഇൻസ്റ്റിങ് ഉണ്ട് അല്ലേ. സോ ഗോർഡിയോൾ ആണെങ്കിൽ ഇന്നലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്ത് റൺസൊക്കെ നിർത്തിയ ഗോർഡിയോളാണ്. ഈവൻ ഒരു നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിലും ഐ തിങ്ക് ഈ സീസണിൽ ഗോർഡിയോൾ നമുക്കറിയാം ഫസ്റ്റ് സീസൺ ഇൻ സിറ്റി അഡാപ്റ്റ് ചെയ്യേണ്ട അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ആൾ ഗ്രാജുവലി അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ആ സൈനിങ് നടത്തിയപ്പോൾ പറഞ്ഞതാണ് എനിക്ക് പ്രോബ്ലി ഒരു 2-3 സീസണിന് ശേഷം പെപ് ഗോർഡിയോളുടെ അണ്ടർ ആൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ പെപ് ഗോർഡിയോളുടെ അണ്ടർ നിൽക്കുകയാണെങ്കിൽ ഒരു ബീസ്റ്റ് സെൻറ്റർ ബാക്കായി മാറാൻ സാധ്യതയുള്ളൊരു പ്ലെയറായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് കൂടുതലും ഗോർഡിയോളിനെ ലോങ് ടൈമിൽ സിറ്റിയുടെ സെൻറ്റർ ബാക്കായി കാണാനാണ് താൻ ലെഫ്റ്റ് ബാക്ക് കാണാൻ ആഗ്രഹം. കാരണം പുള്ളിയിൽ ഒരു ബീസ്റ്റ് ഉണ്ട്. അതൊന്ന് അൺലോക്ക് ചെയ്യാൻ പെപ്പിന് സാധിച്ചാൽ ഡിഫറെൻറ്റ് ഗ്രേവി ആയിരിക്കും. കാരണം ഓൺ ദ ബോളൊക്കെ ആൾ സൂപ്പറാണ്. പിന്നെ നമ്മൾ പറയത്തില്ല ചില സെൻറ്റർ ബാക്സിൽ നമുക്ക് ആ ഒരു സ്കോറർ ഇൻസ്റ്റിങ്ക്റ്റ് കാണാം. എനിക്ക് സെർജിയോ റാമോസിൽ നമുക്ക് എപ്പോഴും ആ ഒരു ഇപ്പം റാമോസിൻ്റെ ഒരു ഗോൾ വരാൻ സാധ്യത, എസ്പെഷ്യലി സെറ്റ് പീസസിലോ അല്ലെ മേ ബി എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്നോ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എങ്ങനെയും എന്തെങ്കിലും ഒരു ഡെഡ് ബോൾ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഗോൾ സ്കോർ ചെയ്യുമെന്നുള്ളൊരു ഇൻസ്റ്റൻറ്റ് റാമോസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ഇപ്പം നാച്ചുറൽ ആയിട്ടൊരു സ്കോറർ ഇൻസ്റ്റൻറ്റ് റാമോസിനെ നമുക്ക് കാണാമായിരുന്നു അല്ലേ. റാമോസിൻ്റെ ഫ്രീ കിക്സും പെനൽറ്റീസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെയൊക്കെ ഈ കാര്യം പറയുന്നത് ഈ ഗോർഡിയോളിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്കോറർ ഇൻസ്റ്റൻറ്റ് ഉള്ളൊരു സെൻറ്റർ ബാക്കായിട്ട് തോന്നുന്നുണ്ട്. മേ ബി പെപ്പിൻ്റെ അണ്ടർ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഈ മൈറ്റ് ബി എ ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ റാമോസിനെ പോലെ ലെവലാവുമെന്നൊന്നും അല്ല പറയുന്നത്. ബട്ട് റാമോസിനെ പോലെ എല്ലാ റാമോസിൻ്റെ അത്രയും സ്കോർ ചെയ്യുമെന്നൊന്നും അല്ല പറയുന്നത്. ബട്ട് ആ ഒരു സ്കോറിങ് ഇൻസ്റ്റിൻറ്റ് പുള്ളിയിലുണ്ട്. പിന്നെ ഒരു ബീസ്റ്റ്, ആ ഒരു നല്ലൊരു ഫിസിക്കൽ സ്പെസിമെനാണ്. അത്യാവശ്യം പേസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ഓൺ ദ ബോൾ അടിപൊളിയാണ്. സോ അത്യാവശ്യം ഇപ്പം ആൾ കംഫർട്ടബിൾ അല്ലാത്ത റോളിലിട്ടിട്ട് ആളിപ്പോൾ അവിടെ ത്രൈവ് ചെയ്യുന്നുണ്ട്. സോ നല്ലപോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ട് തോന്നുന്നുണ്ട്. ഇവഞ്ച്വലി സീസൺ പ്രോഗ്രസ് ചെയ്യുന്നതോറും ഗോർഡിയോൾ ഡെവലപ്പ് ആവുന്ന കാണുന്നു. പ്രോബ്ലി നെക്സ്റ്റ് സീസൺ സിറ്റിയുടെ വൺ ഓഫ് ദി ഇൻ്റഗ്രൽ പ്ലെയേഴ്സ് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രാക്കിൽ പോകുകയാണെങ്കിൽ വിത്തിൻ 2-3 ഇയേഴ്സ് പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സെൻറ്റർ ബാക്സ് ഇഫ് നോട്ട് ദ ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ഇൻ പ്രീമിയർ ലീഗ് ആവാനുള്ള എല്ലാ കപ്പാസിറ്റിയുള്ള പ്ലെയറാണ്. കാരണം മാതിരി ഗിഫ്റ്റഡ് പ്ലെയറാണ്. സോ അപ്പോൾ നമ്മൾ ഇനിയും ഈ 2 ടീംസിനെ പ്രീമിയർ ലീഗിലെ 2 ടീംസിനെ ഫിക്സ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആർസണൽ ഇനിയുള്ളത് പ്രോബബ്ലി 3 മാച്ചസോടാണുള്ളത്. ആർസണൽ ഇനിയുള്ളത് ബോൺമത്ത്, പ്രോബബ്ലി അല്ല ആർസണലിലുള്ള 3 മാച്ചസാണ്. ബോൺമത്ത്, മാൻ യുണൈറ്റഡ് എവേ ആൻഡ് ലാസ്റ്റ് മാച്ച് എവർട്ടൺ ഹോം. ഈ ബോൺമത്തും എവർട്ടണും ഹോം മാച്ചസാണ്. ആർസണൽ ഷുഡ് വിൻ ഇറ്റ്. മാൻ യുണൈറ്റഡ് എവേ അറ്റ് ഓൾഡ് ട്രാഫോർഡാണ് ട്രിക്കി ഫിക്സർ. സിറ്റിയായിട്ട് ഇപ്പോൾ 1 പോയിന്റ് ലീഡാണുള്ളത്. സിറ്റിയുടെ 1 പോയിന്റ് ലീഡാണുള്ളത്. പക്ഷേ സിറ്റിക്ക് 1 ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. അത് ജയിക്കുകയാണെങ്കിൽ 2 പോയിന്റ് ലീഡിലോട്ട് സിറ്റി വരും. അപ്പുറത്ത് സിറ്റിക്ക് നോക്കാനായിട്ടാണെങ്കിലും ടഫായിട്ടൊരു ഫിക്സർ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. സിറ്റിക്ക് ഉള്ള മാച്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ളാം എവേ കിടക്കുന്നു ആൻഡ് ടോട്ടനാം എവേ കിടക്കുന്നു. ഇത് രണ്ടും അല്പം ട്രിക്കി ഫിക്സറാണ്, എസ്പെഷ്യലി ടോട്ടനാം എവേ. അത്ര എളുപ്പമായിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കത്തില്ല. ആൻഡ് സിറ്റിയുടെ ലാസ്റ്റ് മാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഹോമാണ് സിറ്റിയുടെ ലാസ്റ്റ് മാച്ച് എത്തിഹാഡ്. സോ അത് പ്രോബബ്ലി എളുപ്പമായിരിക്കും എന്ന് വെച്ചാൽ സിറ്റി ജയിക്കേണ്ട കളിയാണ്. ബട്ട് ഡേവിഡ് മോയ്സിൻ്റെ സൈഡിന് അവരുടെ ദിവസമാണെങ്കിൽ ആരെയും തടയാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളൊരു ടീമാണ്. സോ സിറ്റി പ്രോബബ്ലി ആ മാച്ച് ജയിക്കണം. ബട്ട് പ്രോബബ്ലി അവിടെ ഒരു സർപ്രൈസ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. പക്ഷേ ദ വേ സിറ്റി ഈസ് പ്ലേയിങ് ദേ ഷുഡ് വിൻ അല്ലേ. അതുപോലെ തന്നെ
സിറ്റിയുടെ പ്രോബ്ലി ഫുള്ളാം അവേ ഇസ് എ ഫിക്സർ. ഐ എക്സ്പെക്ട് സിറ്റി ടു വിൻ. അടുത്ത സിറ്റിയുടെ ഫിക്സർ വൂൾസ് ആണ്. വൂൾസ് അറ്റ് ഹോമാണ്. വൂൾസ് അവേ ആയിരുന്നെങ്കിൽ പ്രോബബ്ലി സിറ്റീനെ പിടിച്ചു നിർത്താൻ, അഥവാ സിറ്റിക്ക് അഗേൻസ്റ്റ് ഒരു മെൻ്റൽ എഡ്ജ് വൂൾസിനുണ്ട്, എസ്പെഷ്യലി അവേ മാച്ചസിൽ. സോ അത് പ്രോബബ്ലി വർക്കായതിനെ. പക്ഷേ എത്തിഹാഡിലായതിനാൽ തന്നെ ഐ തിങ്ക് വൂൾസിന് അഗേൻസ്റ്റ് സിറ്റി കംഫർട്ടബിൾ ആയിട്ട് തന്നെ ജയിക്കും തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ വൂൾസ് സൈഡ് സിറ്റി ക്യാൻ ഹാൻഡിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഫുള്ളാം എവേ, അത് ഐ എം ബാക്കിംഗ് സിറ്റി ഇൻ ദാറ്റ്. ബട്ട് ടോട്ടൻഹാം എവേ ഫിക്സ്ചർ ട്രിക്കി ആവാം, 100% ട്രിക്കി ആവാം. ടോട്ടൻഹാമിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും ഒരു ക്വസ്റ്റ്യൻ വരേണ്ടി വരും. കാരണം ടോട്ടൻഹാമിൻ്റെ ബിഗ്ഗസ്റ്റ് റൈവൽ ഈസ് ആർസണൽ. എന്തൊക്കെ പറഞ്ഞാലും ടോട്ടൻഹാമിൻ്റെ ബിഗ്ഗസ്റ്റ് റൈവൽ ഈസ് ആർസണൽ. സോ സിറ്റിക്ക് അഗേൻസ്റ്റ് അവർ എന്തുമാത്രം പ്രിപ്പയർഡ് ആയിരിക്കും ടു സ്റ്റോപ്പ് സിറ്റി ആൻഡ് ഹെൽപ്പ് ആർസണൽ എന്നുള്ളത് കീ ആയിരിക്കും. ബട്ട് നമ്മൾ ഫുട്ബോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ റൈവൽ ആരാണെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒപ്പോണൻ്റ് ആരാണോ എന്താണെങ്കിലും അവർക്ക് അഗേൻസ്റ്റ് പ്രോപ്പറായിട്ട് കളിക്കുക, പോയിന്റ്സ് നിൽക്കുക. ടോട്ടൻഹാം ടോപ്പ് 4 റേസിലോട്ട് കയറണമല്ലോ. സോ ഒബ്വിയസ്ലി സിറ്റിക്ക് അഗേൻസ്റ്റ് അവർ നല്ല പ്രഷർ കളിക്കുമെന്നാണ്, നല്ലപോലെ തന്നെ കളിക്കുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പുറത്ത് ആർസണൽ മാൻ യുണൈറ്റഡ് അറ്റ് ഓൾഡ് ട്രാഫോർഡ് ട്രിക്കി ഫിക്സറാണ്. എന്നോട് പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ എനിക്ക് സിറ്റി ടോട്ടൻഹാമിന് അഗേൻസ്റ്റ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് ആർസണൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് അഗേൻസ്റ്റ് മാൻ യുണൈറ്റഡ്. സോ പക്ഷേ എന്നാലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നല്ല, രണ്ടുപേരും ജയിക്കാൻ തന്നെയാണ് രണ്ടുപേരും സാധ്യത പുള്ളി ഞാൻ കാണുന്നത്. പക്ഷേ എന്നാലും മാൻ യുണൈറ്റഡ് എവേ ആയിരിക്കും പ്രോബ്ലി ടോട്ടൻഹാം എവേ സിറ്റി ഫിക്സറിനേക്കാളും പ്രോബ്ലി ടഫർ ഫോർ ആർസണൽ എന്ന് തോന്നുന്നു. ഐ തിങ്ക് പോയിന്റ്സ് അവിടെ ആർസണൽ ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. ഞാനൊരു കാര്യം പറയാണ്, ഈവൻ ദോ ഈ 2 പോയിന്റിനാണ് ആർസണൽ അവസാനം കൊണ്ടുപോയി ടൈറ്റിൽ കളയുന്നെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബോട്ടിൽ ജോബ്, ഇറ്റ്സ് ആൻ ഇംപ്രൂവ്മെന്റ്. യു ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് പെപ് ഗാർഡിയോള സിറ്റി. സോ ഒബ്വിയസ്ലി ലാസ്റ്റ് സീസണിലേക്കാളും ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. നമ്മൾ ഈ 2 പോയിന്റിന് വേണ്ടി ആർസണൽ ഡ്രോപ്പ് ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു ബോട്ടിൽ ജോബായിട്ട് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണ്, ബട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഒരു 2 പോയിന്റ് വ്യത്യാസത്തിന് പോവുകയാണെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ്, സിറ്റി വരുന്ന ബെറ്റർ സൈഡ്. നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടാണ് നെക്സ്റ്റ് സീസൺ പിടിക്കാമെന്ന് ഒന്നുകൂടെ കോൺഫിഡൻസ് ആവും ആർസണലിന്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. സോ പക്ഷെ ഒരു കാര്യമുണ്ട്, അഗെയിൻസ്റ്റ് ബോൺമുത്ത് ആൻഡ് എവർട്ടൺ ആർസണൽ ഷുഡ് വിൻ. അതിന് വല്ലതൊക്കെ പോയിന്റ്സ് കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ പക്ക പണ്ടത്തെ ഇത്രയും നമ്മൾ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൊണ്ട് ഈ ട്രോഫി ആണെങ്കിൽ മാൻ യുണൈറ്റഡ് എവേ അണ്ടർസ്റ്റാൻഡബിൾ ഫിക്സറാണ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യണം. ബട്ട് അവിടെ ക്യാരക്ടർ കാണിക്കണം, ജയിക്കുക. സിറ്റിയും ജയിച്ചോട്ടെ, നമ്മുടെ കയ്യിലുള്ള 3 കളി ജയിക്കുക, അതായിരിക്കണം ആർസണലിൻ്റെ ലക്ഷ്യം. അപ്പുറത്ത് സിറ്റി റണ്ണ് നടത്തി ജയിക്കുന്നത് ജയിക്കട്ടെ, അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ അടിക്കട്ടെ, നമ്മൾ പൊരുതി എന്നുള്ള രീതിയിലും വരും. സോ അപ്പുറത്ത് ബോട്ടലിംഗ് ജോബ് ഒക്കെ നടത്തിയിരിക്കുന്ന ഈ സീസൺ ആരാന്ന് ചോദിച്ചാൽ അത് ലിവർപൂളാണ്. എല്ലാ ടൈറ്റിൽ റേസിലും ഇരുന്നിട്ട് അവസാനം കൊണ്ടൊരു 1.5 ബോട്ടലിംഗ് ജോബാണ്. പ്രോബ്ലി അവർക്ക് ഡിസേർവിംഗ് ആയ ക്രിറ്റിസിസം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പ്രോബ്ലി അവർക്ക് അത്രയും കിട്ടുന്നില്ല. ഇപ്പോൾ ക്ലോപ്പ് ലാസ്റ്റ് സീസൺ പോകുന്നതിൻ്റെ ഒരു ഇമോഷണൽ ഇതെല്ലാവർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാലും ഈവൻ ദോ ലിവർപൂൾ പ്ലേയേഴ്സും ക്ലോപ്പിനെയും ക്രിറ്റിസൈസ് ചെയ്യണം. ക്ലോപ്പിനെയും ഇപ്പോൾ ഈ സീസണിൽ ഈ മോർ ദാൻ പ്ലേയേഴ്സിൻ്റെ ഇത് വരും, പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് പിച്ചിലൊക്കെ ഫിനിഷിങ് ചെയ്യാത്തതും പ്ലേയേഴ്സ് 100% കൊടുക്കാത്തതൊക്കെ നമുക്കിപ്പം കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ക്ലോപ്പിൻ്റെ ചില ഡിസിഷൻസും ക്വസ്റ്റ്യനബിൾ ആണ്. സോ ബോട്ടലിംഗ് ജോബ് ഈ സീസൺ പ്രോപ്പറായിട്ട് നടത്തിയിരിക്കുന്നത് ലിവർപൂളാണ്. 1.5 ബോട്ടലിംഗ് ജോബാണ് നടത്തിയിരിക്കുന്നത്. അതും ജയിക്കേണ്ട കളികളൊക്കെ കൊണ്ട് തോക്കുക പ്രോബ്ലി ഒന്നും പറയാനില്ല. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഈ സീസൺ കുറച്ചുകൂടെ ലാസ്റ്റ് ഫൈനൽ ഡേയിലോട്ട് പോകും എന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നമുക്ക് നോക്കാം. ലാസ്റ്റ് മാച്ച് മാൻ സിറ്റി വേഴ്സസ് വെസ്റ്റ് ഹാം, ഹോം മാച്ച് ഫോർ മാൻ സിറ്റി ആൻഡ് ഹോം മാച്ച് ഫോർ ആർസണൽ അഗെയിൻസ്റ്റ് എവർട്ടൺ. പ്രോബ്ലി അന്നായിരിക്കും ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാമെന്ന് പേഴ്സണലി തോന്നുന്നു. ഒബ്വിയസ്ലി ഫേവറേറ്റ് സിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ആർസണൽ പ്രഷർ കീപ്പപ്പ് ചെയ്യുക, സിറ്റി ജയിക്കട്ടെ. ആർസണൽ ആ പ്രഷർ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ.